ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശ്രീനി സാർ വേദയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, എനിക്ക് വിക്രമിനെ വിട്ടു തരണമെന്നും ഇനി ഇവിടെ വിക്രമിനെ കരുവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടതൊരു ഗുണ്ടയാണെന്നൊക്കെ വേദ പറയുകയാണ്. ഞാൻ മാത്രമല്ല വിക്രമിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന വിക്രമിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും പിന്നെ ഞാനും ഒക്കെ ഉണ്ട് വിക്രമിന്. അതുകൊണ്ട് വിക്രമിനെ ഇനി തീരാ ദുഃഖത്തിലോട്ട് തള്ളിവിടാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലെന്ന് വേദ പറയുകയാണ്. അപ്പോൾ ശ്രീനിസാ പറയുന്നുണ്ട്, ഞാൻ അവൻ ഒരിക്കലും ഇവിടെ നിർബന്ധിച്ച് നിർത്തുന്നില്ല, അവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ ഇവിടെ വന്നതെന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും അന്യായമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല. രാഷ്ട്രീയക്കാരും പോലീസ് നീതിന്യായ വ്യവസ്ഥിതിയൊക്കെ ഉപേക്ഷിച്ച ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നത്തിലൊക്കെ ഞങ്ങൾ ഇടപെട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒത്തുതീർപ്പുകളൊക്കെ ആക്കി കൊടുത്തിട്ടാണുള്ളത്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ആൾക്കാരുടെ സന്തോഷം, ജനങ്ങളുടെ സന്തോഷമല്ലേ ഏറ്റവും വലുതെന്നൊക്കെ ശ്രീനിസ പറയുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് അതൊക്കെ ആയിരിക്കും വലുത്. പക്ഷേ ജനങ്ങളുടെ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് വോട്ട് നേടി ഒരു സ്ഥാനത്തെത്താനായിട്ട് കഴിയും. പക്ഷേ വിക്രമിന് എന്ത് നേട്ടമാണുള്ളത്? എല്ലാവരുടെ മുമ്പിലും അപമാനിക്കപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു നല്ല മാന്യമായ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യമെന്നും ഒരു ഗുണ്ടയല്ല ആവശ്യമെന്നൊക്കെ വേദ പറയുകയാണ്. എന്നിട്ട് വേദ ഇത്രയും പറഞ്ഞിട്ട് കൈകൂപ്പി പറയുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടു തരണമെന്നും ഇനി അദ്ദേഹത്തെ ഇവിടെ ബലിയാടാക്കാൻ പറ്റില്ലെന്നും ഒക്കെ പറയുകയാണ്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ വേദ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ശ്രീനിസ വിളിക്കുകയാണ്, മോളെ ഒന്ന് നിൽക്കെന്ന് പറയുകയാണ്. അപ്പോൾ നീ വിഷമിക്കേണ്ടെന്ന്, നീ മിടിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ വേദ, നീ നമ്മുടെ വിക്രമിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരാൾ വന്നിരിക്കുന്ന വലിയ കാര്യമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ സന്തോഷമായി പോയിട്ട് വരുമെന്നും ഞാൻ ഒരു പരിഹാരം കാണാമെന്നും നമ്മുടെ ശ്രീനിസ പറയുകയാണ്. എന്നിട്ട് വേദ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് രാധ നിൽപ്പുണ്ടായിരുന്നു. രാധയും പെട്ടെന്ന് പുറത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ശ്രീനിസാൻ്റെ ഭാര്യ പറയുകയാണ്, ഈ കുട്ടി എന്തൊക്കെയാണ് വന്ന് പറയുന്നത്? നമ്മളിവിടെ ആരെങ്കിലും വിക്രമിനെ പിടിച്ചു വെക്കുകയാണോ? അവൻ്റെ ഇഷ്ടത്തിന് പോവുകയല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഭാര്യ പറയും. അപ്പോൾ ശ്രീനിസ അവരെ വഴക്ക് പറയുകയാണ്, അവളൊരു ഭാര്യയാണ്, അവൾ പറഞ്ഞതാണ് ന്യായമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുകയാണ്. പാവം കുട്ടി, അവൾക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ വിക്രമമായിട്ട് നല്ലൊരു ജീവിതം നയിക്കട്ടെ, ഇനി നമ്മളൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സം നിൽക്കണ്ടെന്ന് ശ്രീനിസാർ പറയുകയാണ്. വിക്രമും സുഹൃത്തുക്കളൊക്കെ വർക്ക്ഷോപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജേട്ടൻ ചോദിക്കുകയാണ്, വിക്രം, നമുക്കിനി മരുന്നെല്ലാം നമ്മൾ തീയിട്ട് നശിപ്പിച്ചല്ലോ, ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസും ഒക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, കേസൊന്നും വരാൻ സാധ്യതയില്ല രാജേട്ടാ, കാരണം ഇത് വെളിയിലൊക്കെ അറിഞ്ഞാൽ വളരെ പ്രശ്നമാണല്ലോ. മാത്രവുമല്ല, ഈ സത്യചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഇതിലെ ജോലിക്കാരൻ മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുന്നോട്ട് വരണമെന്നൊക്കെയാണ് വിക്രം പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ വെളിയിൽ അറിഞ്ഞാൽ പ്രശ്നമില്ല, അതുകൊണ്ട് കേസിനൊന്നും പോകാൻ സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നൊക്കെ വിക്രം പറയുകയാണ്. അത് കഴിഞ്ഞ് മരുന്നെല്ലാം കത്തിയ ഗോഡൗണിലോട്ട് നമ്മുടെ വാസവൻ MLA വരികയാണ്. അപ്പോൾ MLA ഓടി വന്ന് അകത്തോട്ടൊക്കെ കയറി നോക്കുകയാണ്. അപ്പോൾ എല്ലാം കത്തി നശിച്ച് കിടക്കുകയാണ്. അപ്പോൾ സത്യചന്ദ്രനോട് പറയുകയാണ്, എല്ലാം കത്തി നശിച്ചല്ലോ, എത്രമാത്രം നാശനഷ്ടങ്ങളാണ് നമുക്ക് വന്നത് എന്നൊക്കെ വാസവൻ വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എനിക്ക് ആരാണെന്നും ആരാണിത് ചെയ്യിച്ചതെന്നൊക്കെ എനിക്കറിയാം. ഇത് മനഃപൂർവ്വം ഇത് ചെയ്യിച്ചാണെന്ന്, ഇത് ഒരു ഭീഷണിയുടെ സ്വരമാണെന്ന്, അവരെ തൊട്ട് കളിച്ചാൽ ഇനിയും ഇതുപോലുള്ള ആപത്തുകൾ വരുമെന്നൊക്കെയുള്ള സൂചനയാണെന്നാണ് വാസവൻ പറയുന്നത്. മാത്രവുമല്ല, അവർക്കത് പിടിച്ചു കൊടുക്കാമായിരുന്നുവെങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി എല്ലാം കാണിച്ചു കൊടുക്കാമായിരുന്നില്ലേ? അപ്പോൾ അവരുടെ ഉദ്ദേശം ഇതല്ല, ഭീഷണിയുടെ സ്വരം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ഭീഷണിക്ക് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ അതേ നാണയത്തിൽ തന്നെ? അപ്പോൾ നമ്മുടെ മരുന്നെല്ലാം കത്തി നശിച്ചു, അപ്പോൾ മനുഷ്യ കത്തി നശിച്ചാൽ എങ്ങനെയായിരിക്കും സത്യചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് വാസവൻ അങ്ങനെ നിൽക്കുകയാണ്. അടുത്തതായി നമ്മുടെ രാധ വിക്രമിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വരികയാണ്. അപ്പോൾ വേദ ശ്രീനിസാറിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം രാധ മുഴുവനായിട്ട് കേട്ടു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ വിക്രമിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രാധ വർക്ക്ഷോപ്പിലോട്ട് വന്നത്. അപ്പോൾ രാധ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ രാജേട്ടൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ ഇനി അവൻ്റെ പിറകെ നടന്ന സമയം കളയാതെ നീ വല്ല കാര്യം ചെയ്ത് ജീവിക്കുന്നൊക്കെ രാജേട്ടൻ പറയുകയാണ്. ഞാൻ ഇയാളുടെ പിറകെ നടക്കാനോ പ്രേമിക്കാനോ ഒന്നല്ല വന്നത്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്
വീട്ടിലേക്കാണ് വന്നത് എന്ന് രാധ പറയുകയാണ്. എന്താണെങ്കിലും പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു വിക്രം പറയുകയാണ്. അത് ഞാൻ ഇന്ന് പള്ളിമുക്കിൻ്റെ അവിടെ വെച്ച് നമ്മുടെ വേദയെ കണ്ടെന്നും വേദ എൻ്റെ ഓട്ടോയിൽ കയറാൻ കൂട്ടാക്കിയില്ലെന്നും എന്നിട്ട് അവൾ വേറെ ഓട്ടോ പിടിച്ചാണ് പോയതെന്നൊക്കെ രാധ പറയുകയാണ്. അപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി, ഞാൻ അവളെ പിന്തുടരുകയും ചെയ്തു. പക്ഷേ ആ ഓട്ടോ ചെന്ന് എത്തിയത് ഒരാളുടെ വീട്ടിലാണെന്ന് പറയുകയാണ്. അത് വേറെ ആരുടെയും വീടല്ല, നമ്മുടെ ശ്രീനിസാറിൻ്റെ വീട്ടിലാണ്. ശ്രീനിസാറിൻ്റെ വീട്ടിൽ ചെന്ന് അവൾ വിക്രമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശ്രീനിസാറും വിക്രമും തമ്മിൽ പിരിയണമെന്നും അവൾക്ക് അവളുടെ ഭർത്താവിനെ വിട്ടുകൊടുക്കണമെന്നൊക്കെയാണ് അവിടെ ചെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രീനിസാറിന് വളരെയധികം വിഷമമൊക്കെ എല്ലാം ഞാൻ അവർ പറയുന്നത് കേട്ടുവെന്നും എങ്കിൽ തന്നെ ശ്രീനിസാറിനെയും വിക്രമേട്ടനെയും തമ്മിൽ പിരികെ ഇവർക്ക് എന്ത് അവകാശമാണ് ഉള്ളത്, അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ എന്നൊക്കെ രാധ വളരെയധികം എരിയേറ്റ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വിക്രമിന് വളരെയധികം ദേഷ്യം വരികയാണ്. വേറെ ആരുടെ വേദ എന്ന് സംസാരിച്ചാലും വിക്രം ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ശ്രീനിസാറിനെതിരെ സംസാരിച്ച വിക്രമിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഇക്കണക്കിന് പോകണമെങ്കിൽ അവളുടെ പാവാട തുമ്പിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിക്രമേട്ടനെ അമ്മാനാടും എന്നൊക്കെ രാധ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. മാത്രമല്ല ഇനി വിക്രമേട്ടനും ശ്രീനിസാറായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അവൾ കേസ് കൊടുക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ രാധ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് വിക്രം വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രാജേട്ടനൊക്കെ തടയുകയാണ്. നീ ഇപ്പോൾ വീട്ടിൽ പോകണ്ടെന്നും നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോരേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരെയൊക്കെ കൈമാറ്റിക്കൊണ്ട് വിക്രം ബൈക്കും എടുത്ത് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ രാധയ്ക്ക് ഇതേ കണ്ട് വളരെ സന്തോഷമാവുകയാണ്. അവൾക്ക് രണ്ട് കിട്ടട്ടെ, അങ്ങനെ തന്നെ വേണമെന്നൊക്കെ രാധ പറയുകയാണ്. എന്നിട്ട് രാധ വളരെയധികം സന്തോഷത്തിൽ ഓട്ടോയിൽ കയറി അവളും പോവുകയാണ്. അടുത്ത രംഗം എന്ന് പറയുന്നത് നമ്മുടെ രാജേട്ടൻ പെട്ടെന്ന് തന്നെ ശ്രീനിസാറിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് വർക്ക്ഷോപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ പറയുക, ഞങ്ങളിവിടെ സംസാരിച്ച കാര്യം രാധ എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധ ഇവിടെ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നെന്നൊക്കെ രാജേട്ടൻ പറയുകയാണ്. ഇപ്പോൾ വിക്രം വേദവും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും മാറി ഒന്ന് അടുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ അത് അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുമെന്നും ശ്രീനിസാറിൻ്റെ കാര്യമായതുകൊണ്ട് വിക്രം ഒരു ദാക്ഷിണ്യം കാണിക്കില്ലെന്നും അവളെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ രാജേട്ടൻ പറയുകയാണ്. അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് ശ്രീനിസാറിനോട് രാജേട്ടൻ പറയുകയാണ്. അങ്ങനെ വിക്രമിനെ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ ശ്രീനിസാർ പറയുകയാണ്, സുധേ നമുക്കൊന്ന് വിക്രമിൻ്റെ വീട് വരെ പോയിട്ട് വരാം, അതേ ഇനി ഇതിനുള്ളൊരു പരിഹാരമുള്ളൂ. അപ്പോൾ രാജ പൊയ്ക്കോളൂ എന്നും ഇതിന് ഞാൻ കാരണം ഒരു പ്രശ്നം വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും ശ്രീനിസാർ പറയുകയാണ്. അപ്പോൾ രാജ ഇനി പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രാജയുടെ വളരെ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനി ശ്രീജയ്ക്ക് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കമല വരികയാണ്. അപ്പോൾ കമല നോക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് വേദ മലക്കറിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ കമലയ്ക്ക് ഒരു ബുദ്ധി തോന്നുകയാണ്, ഇവളെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമല ശ്രീജയോടും നന്ദിനിയോടും വന്ന് പറയുകയാണ്, ഇവിടെ നിങ്ങൾക്കൊന്നും ഒരു ജോലിയും ചെയ്യാൻ വയ്യ, മലക്കറി കൂട്ടാനൊക്കെ വെക്കാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണ്. വേറെ ആരെക്കൊണ്ട് ഇവിടെ ചെയ്യിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് വേദയെ അടുക്കളയിൽ കയറ്റേണ്ട എന്നുള്ള രീതിയിലൊക്കെ കമല സംസാരിക്കുകയാണ്. എന്നിട്ട് കമല അകത്തോട്ട് പോവുകയാണ്. പക്ഷേ കമല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കമലയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വിഷമമാണ്. പക്ഷേ വേദയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ. അപ്പോൾ എന്നിട്ട് നന്ദിനി ഒന്ന് പറയുകയാണ്, നീ ഇനി ഇവിടെ അടുക്കളയിൽ കയറേണ്ട എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാരണം കാണും, എനിക്കറിയാവുന്ന അമ്മ ഒരിക്കലും പറയില്ല, ഇത് ആരുടെ പ്രേരണയാണെന്നൊക്കെ നന്ദിനിയോട് പറയുകയാണ്. അതൊന്നും എനിക്കറിയില്ല. നന്ദിനി പറയുകയാണ്, നീ ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ട, നിനക്കൊന്നും തരത്തില്ല എന്നൊക്കെയാണ് നന്ദിനി പറയുന്നത്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വേദം ഒന്നും ചെയ്യേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വേദ പറയുകയാണ്. എനിക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കഴിച്ചുള്ളൂ, ഇവിടെ രണ്ടടുക്കളയൊന്നും പറ്റത്തില്ലെന്ന് നന്ദിനി പറയുകയാണ്. ഞാൻ വന്ന സമയത്തും അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ ഉണ്ടാക്കി വെച്ച പുലാവൊക്കെ നന്ദിനി ഏട്ടത്തി എടുത്ത് തിന്നല്ലോ. അന്ന് പക്ഷേ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം അറിയാം. ഇനി കട്ട് തിന്നാലും നന്ദിനി ഏട്ടത്തി കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ എന്നൊക്കെ വേദ കളിയായിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മാഷ് വരികയാണ്. അപ്പോൾ നന്ദിനി പറയുകയാണ്, ഇനി നിനക്കിവിടെ ആഹാരം ഒന്നും വെച്ച് വിളമ്പാൻ ഇവിടെ നമ്മൾ തരത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ മാഷ് പറയുകയാണ്, അതിനുള്ള അധികാരമൊന്നും ഇവിടെ നന്ദിനിക്ക് ആർക്കും തന്നിട്ടില്ല, നിങ്ങൾ രണ്ടൊരു ആഹാരമെല്ലാം വയ്ക്കുക, അതിലൊരു പങ്ക് വേദയ്ക്ക് വിളമ്പി കൊടുക്കുക, അങ്ങനെ പോയാൽ മതിയെന്ന് മാഷ് പറയുകയാണ്. കമലയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൾ ഇതിന് മറുത്തൊന്നും പറയില്ല എന്നൊക്കെ പറയുകയാണ്.
അപ്പോൾ ഇവരുടെ സംസാരത്തിനിടയിലോട്ട് ഒരാൾ കടന്നു വരികയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ വിക്രമാണ്. വിക്രം വന്ന് വേദയുടെ കയ്യിലോട്ട് പിടിക്കുകയാണ്. നീ എന്താടി കാണിച്ച് കൂട്ടുന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വേദയും വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ്. എൻ്റെ കൈ വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇന്ന് ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോയിരുന്നു, എന്നെ ശ്രീനിസാറിനെ പിടിക്കാൻ നീ ആരാടിയെന്നൊക്കെ വളരെ ദേഷ്യത്തിൽ വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വേദയും സംസാരിക്കുകയാണ്. ഇനി നിന്നെ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല, ഞാൻ ഇപ്പോൾ ഇറങ്ങി പോകണമെന്നൊക്കെ വിക്രം വളരെയധികം ദേഷ്യത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് വളരെയധികം പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്